ഗൈസ് ഇദ്ദേഹം ഇതേപോലെ ഒരു മാഗ്നറ്റ്സും ഈ ഹൈ വോൾട്ടേജ് പ്ലാസ്മ യൂസ് ചെയ്ത് മാർക്ക് മാഡം, അതായത് മാഡ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഒരു ടൈം മെഷീൻ ഇൻവെൻറ്റ് ചെയ്തു. അതായത് അതെന്ന് വെച്ചാൽ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെറ്റൽ ഈ ഒരു റോഡ് ഉണ്ടാവും, രണ്ട് സൈഡിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതിലേക്ക് ഇത്രയോ 20,000 മേളിൽ 13 kV 20 kV വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എന്നിട്ട് അവിടെ ഒരു റൊട്ടേറ്റ് മാഗ്നറ്റ്, അതായത് ഇപ്പോൾ കാന്തം കറങ്ങല്ലേ, അതിനെ വിളിക്കാൻ പേരാണ് പ്ലാസ്മ ടോർണാഡോ എന്ന് വിളിക്കുന്നത്. അത് യൂസ് ചെയ്താണ് ഈ രണ്ടറ്റം തമ്മിലത്തെ എയർ ചൂടാക്കി ലേസറും അതൊക്കെ യൂസ് ചെയ്ത്, എന്നിട്ട് ഈ DVD-യത്തെ ലേസറില്ലേ അതായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ആ മാഗ്നറ്റ് സംഭവം ചെയ്തു. എന്നിട്ട് അത് യൂസ് ചെയ്ത് അദ്ദേഹം അവിടെ ഒരു ആർക്കോത്ത് സംഭവം ഉണ്ടാക്കി. എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും ഓണാക്കി ഒന്നും പറ്റില്ല, സാധാരണ ഇരിക്കുന്നു. അപ്പോൾ അതേ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ഇതില്ലേ വേവ് പോലെയൊക്കെ ഭയങ്കര ചൂടുള്ള സമയം തോന്നുന്നത്, അതേപോലെ പൊക്കത്തെന്തോ ഇരിക്കാൻ തോന്നി. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഒരു ടൊർണാഡോ അല്ല, ഒരു റൗണ്ടിൽ ഈ ഒരു രീതിയിൽ സംഭവിക്കുന്നു, സർക്കുലർ ഒരു ഷേപ്പ്, മനസ്സിലായോ? അപ്പോൾ അതേ കൗതുകം തോന്നിയിട്ട് നേരെ തൊട്ടപ്പുറത്തുള്ള സ്ക്രൂ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് 1-2 അടി നീങ്ങിയിട്ട് 2 സെക്കൻഡിന് ശേഷം അത് റീഅപ്പിയർ ചെയ്തു. എറിഞ്ഞപ്പോൾ ഡിസപ്പിയർ ആയി. എന്നിട്ട് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തൊട്ടടുത്ത് റീഅപ്പിയർ ആയി. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്പേസ് ടൈം മെഷീനാണ് അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സയൻറ്റിഫിക് സ്റ്റഡീസൊക്കെ പറയുന്നത് പ്യുവർലി തിയററ്റിക്കലായി നിങ്ങൾക്കൊരു ടൈം മെഷീൻ ഓർ ടൈം ട്രാവൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഇലക്ട്രിസിറ്റി പ്ലാസ്മ ആൻഡ് ഈ മാഗ്നറ്റിസോ വേണ്ടി വരും. അത് തന്നെയാണ് ഇദ്ദേഹം ചെയ്തത്. പിന്നെ അതും പോരാണ്ട് സർപ്രൈസിംഗ്ലി നിക്കോള ടെസ്ലയും ഇതേ സംഭവം തന്നെയാണ് ഫോളോ ചെയ്തത്.